BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആ ഡബിൾ റോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? പാലക്കാട് ഇലക്ഷന് ശേഷം സുരേന്ദ്രനെ അപൂർവമേ കാണാറുള്ളൂ. എന്തെങ്കിലും ഒരു പ്രക്ഷോഭമോ കാര്യമോ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ ഈ കഴിഞ്ഞ 4 മാസമായിട്ട്? ആ കള്ളക്കളി എല്ലാം നമുക്ക് തിരിച്ച് പൊതുസമൂഹത്തിന്റെ മുന്നേ കൊണ്ടുവരേണ്ടതുണ്ട്. BJPയിലേക്ക് പോകുന്ന ഓരോ വോട്ടും പിണറായി വിരുദ്ധ വോട്ടുകളുടെ ഭിന്നിപ്പിനും അത് ഇൻഡയറക്ട്ലി പിണറായി വിജയനെ സഹായിക്കുന്നതിലേക്കുമാണ് പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലാണ്. എന്നാൽ ഇത്തരം രാഷ്ട്രീയമെല്ലാമാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. അതിൽ വ്യക്തികളെക്കുറിച്ചോ വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശവും നടന്നിട്ടില്ല. ഇല്ലില്ല, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഇന്നത്തെ വിഷയങ്ങൾ, ഞങ്ങളിപ്പം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, ഈ മയക്കുമരുന്നിന്റെ ശല്യങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള കൂട്ടപ്പലായനം, ആരോഗ്യരംഗത്ത് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്ത രോഗങ്ങളൊക്കെ തിരിച്ചു വന്നെന്ന് മാത്രമല്ല കുറെ പുതിയ രോഗങ്ങൾ വന്നിട്ടുണ്ട്. തീരദേശം ആകെ അരിശിതാവസ്ഥയിലാണ്. ഈ വിഷയങ്ങളെക്കുറിച്ച് നമുക്കൊരു പുതു കാഴ്ചപ്പാട് മുന്നോട്ട് സമൂഹത്തിന്റെ മുമ്പിൽ വെക്കണം. അതെങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തത്. ഞങ്ങള് ഒന്നും ചോദിച്ചില്ലല്ലോ ഉറപ്പ് നൽകാൻ വേണ്ടി. എന്തെങ്കിലും തരണമെന്ന് നമുക്ക് അങ്ങനെ ഡിമാൻഡുകളില്ലല്ലോ. തീർച്ചയായിട്ടും നമുക്ക് ഈ വിഷയങ്ങൾ ഈ നിലയിലേക്ക് ചർച്ച ചെയ്ത് UDF ശക്തമായി അടുത്ത ഒരു വർഷം മുന്നോട്ട് പോകുന്ന അതിന്റെ ഏറ്റവും വലിയ തടസ്സമായി നമുക്ക് പലപ്പോഴും ഉള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് മുൻകൂട്ടി പരിഹാരം കണ്ടുകൊണ്ട് തന്നെ പോകാം എന്നുള്ളതാണ് ചർച്ചയിൽ വന്നത്. അല്ല, തീർച്ചയായിട്ടും അതുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ മാസം 28-ാം തീയതി ഡൽഹിയിൽ കൂടിയ യോഗത്തിന് ശേഷം മുൻപൊരിക്കലും ഇല്ലാത്ത നിലയിലേക്കൊരു യോജിപ്പ് കാണുന്നുണ്ട്. പക്ഷെ അത് ജനറൽ പബ്ലിക്കിന്റെ തോന്നൽ മാറ്റുന്നതിലേക്ക് എത്തിയിട്ടില്ല. അതിനും താഴെ തട്ടിലോട്ട് എത്തണം. ഈ അന്തരീക്ഷത്തിൽ തന്നെ പോവുകയാണെങ്കിൽ ആ നിലയിലേക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു പോസിറ്റീവ് ഡൽഹിയിൽ നടന്ന ചർച്ചയുടെ ആ പോസിറ്റിവിറ്റി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികളും ഉണ്ടാകണം. അതുണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് വരും. ഇല്ലില്ല, അങ്ങനെ ഒരു അജണ്ട പോലും വന്നിട്ടില്ല. അങ്ങനെ ഒരു അജണ്ട ഞങ്ങളുടെ മുമ്പ് UDFന്റെ മുമ്പിലും വന്നിട്ടില്ല. ഉണ്ടെങ്കിലല്ല ഇവിടെ വെക്കാനൊക്കത്തുള്ളൂ. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നിങ്ങളിപ്പം ഇത് നടക്കുമ്പോൾ CPM കോൺഗ്രസിന്റെ അനൈക്യം എന്ന് പറയുന്നത് CPMന്റെ ചരിത്രത്തിൽ കണ്ടിട്ടുള്ള സംഭവവികാസങ്ങളാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു സമ്മേളനം നടത്തി, ആളൊക്കെ ഉണ്ടായിരുന്നു, CPMനെ കൊണ്ട് മാത്രം നടത്താൻ നോക്കുന്ന നിലയിലേക്ക് സാമ്പത്തികം മുടക്കി ചെയ്തു. പക്ഷെ വളരെ യാന്ത്രികമല്ലായിരുന്നു. അതിന്റെ മാനവികത വശം അത് നഷ്ടപ്പെട്ടില്ലേ? ഒരിക്കലുമില്ലാത്തതുപോലെ ഒരു പൊട്ടിത്തെറിയുടെ സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ സമ്മേളനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ജോസഫ് സ്റ്റാലിന്റെ റഷ്യയിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം വന്ന് ഒരു ചടങ്ങിലേക്ക് വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. അതിനവസാനം ഒരു ബെല്ലടിക്കുമ്പോഴാണ് കൈയടി നിർത്തുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ കൈയടി നിർത്തിക്കൊണ്ടിരുന്നവനെ അന്നേരം തട്ടിക്കളയുമായിരുന്നു. അങ്ങനെ എല്ലാവരും ഇത് നിർത്താതെ കൈയടിക്കും. അന്നേരം എപ്പോഴേലും ഇത് നിർത്തണമല്ലോ. അങ്ങനെ ഒരു ബെല്ലടിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് എന്ന നിലയിലേക്കല്ലേ CPMന്റെ സംസ്ഥാന സമ്മേളനം പിണറായി വിജയന് സ്തുതി പാടാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളായി അതിൽ മാറിയില്ലേ? എന്തൊരു തീരുമാനങ്ങളാണ്! കേരളത്തെ വിൽക്കാനുള്ള തീരുമാനങ്ങളല്ലേ എടുത്തത്? എല്ലാ നയപരമായ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നയരേഖ അവിടെ വികസന രേഖ എന്ന പേരിൽ അവിടെ അവതരിപ്പിച്ചു. ഇതിനൊക്കെതിരെ ശക്തമായ അമർശം കോൺഗ്രസിൽ താഴെത്തട്ടിലോട്ട് ഇന്ന് പൂർണ്ണ യോജിപ്പാണ് കാണുന്നെങ്കിൽ CPMന്റെ താഴെത്തട്ടിൽ ശക്തമായ അമർശം നിലനിൽക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ വരും കാലങ്ങളിൽ കാണാൻ പോകുന്നത്.